ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച് സന്ദീപ് വാര്യർ. സംഘടനയിൽ നിന്ന് ലഭിച്ചത് അങ്ങേയറ്റത്തെ ഒറ്റപ്പെടുത്തലും വേട്ടയാടലും. ത്രിവർണ്ണ നിറമുള്ള ഷാൾ അണിഞ്ഞ് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി കെ സുരേന്ദ്രനാണ്. വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ ജോലിയെടുത്തു എന്നതിന്റെ ജാള്യതയാണ് മനസ്സിലെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. ഇത് അപ്രതീക്ഷിതമായ ഒരു തീരുമാനമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. താങ്കൾക്കോ? മാധ്യമങ്ങളോട് ഏത് തലം വരെ സംസാരിക്കണമെന്ന് സംബന്ധിച്ച് കുറെ കാലമായിട്ടൊരു ട്രെയിനിങ് എന്റെ കയ്യിലുണ്ടല്ലോ. അല്ല, ഇന്നലെ 12:45 രാത്രി വരെ നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു ചെറിയ സൂചന പോലും താങ്കൾ തന്നില്ല. അപ്പോ ഞാൻ വിചാരിച്ചത് താങ്കൾ CPM-ൽ ചേരുമെന്നായിരുന്നു. അല്ല, അത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പ്രവർത്തന നിലയ്ക്ക് ഒരു രഹസ്യാത്മകത എല്ലാ കാര്യത്തിലും സൂക്ഷിക്കണം എന്നുള്ളത് പൊളിറ്റിക്സിന്റെ ഒരു ബേസിക് ആണല്ലോ. അത് ഞാൻ എല്ലായ്പ്പോഴും സൂക്ഷിക്കാറുണ്ട്. മാധ്യമങ്ങളോട് ആവശ്യമില്ലാതെ ആവശ്യപ്പെടുത്ത് സംസാരിക്കാറില്ല. CPM-മായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നാണ്. ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഒരു തരത്തിലും ചർച്ച നടത്തിയിട്ടില്ല. ഫോണിൽ പോലും ഒരു തരത്തിലും ചർച്ച നടത്തിയിട്ടില്ല. അപ്പൊ BJP-യുടെ വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ടാണ് സന്ദീപ് കോൺഗ്രസിലേക്ക് വരുന്നത്. എന്താ സംശയം? അതിനെ തള്ളിപ്പറയുക. 100%. ഗോൾവാൾക്കറുടെ പ്രത്യയശാസ്ത്രത്തെ സന്ദീപ് വാര്യർ തള്ളിപ്പറയും. ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ ഞാൻ പിന്തുടർന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും ഉപേക്ഷിച്ച് തള്ളിപ്പറഞ്ഞത് തെറ്റാണെന്നുള്ള ബോധ്യത്തിലാണ്. ഹിന്ദുത്വത്തെ തള്ളിപ്പറഞ്ഞാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുന്നത്. അത് തെറ്റാണെന്നുള്ള ബോധ്യത്തിൽ 100% ബോധ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇതുവരെ തുടർന്ന എല്ലാ നിലപാടുകളും തെറ്റായിരുന്നു എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എതിർപ്പാണോ? വിട്ടുപോയി എന്നുള്ളതിന്റെ പേരിൽ ദേഷ്യം ഉണ്ടാകാം. പക്ഷെ അവരുടെ ഉള്ളിലും BJP-യെ KJP ആക്കി മാറ്റിയിട്ടുള്ള കേരളത്തിലെ നേതൃത്വമുള്ള അങ്ങേയറ്റത്തെ വിയോജിപ്പുണ്ട്. അത് ഹിന്ദുത്വത്തോടുള്ള പ്രശ്നമല്ലല്ലോ, ഓർഗനൈസേഷനിലായിട്ടുള്ള പ്രശ്നം. ഞാൻ നേരത്തെ ഉന്നയിച്ചുള്ള വിഷയം ഏതായിരുന്നു? എനിക്ക് നേരെ നടപടി ഉണ്ടായ വിഷയം എന്തായിരുന്നു? ഞാൻ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. ഹിന്ദുത്വ രാഷ്ട്രീയത്തെ തള്ളി പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം BJP വിട്ട് കോൺഗ്രസിലേക്ക് വരുന്നത് എന്നാണ് സന്ദീപ് പറയുന്നത്. കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രമായിരിക്കും ഇനി തന്റെ പ്രത്യയശാസ്ത്രം എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഇവിടെ